ബി മുരളീധരൻ. സർ, ഈ ദേശീയ തലത്തിൽ 2015 നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ഈ വാഹൻ 4.0, അതുപോലെ സാരഥി 4.0. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇൻ്റഗ്രേഷൻ നാഷണൽ ഡാറ്റാബേസുമായിട്ട് കേരളം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. 1000 പേർക്ക് 550 വാഹനം, ഇതാണ് നമ്മുടെ കണക്ക്. അതനുസരിച്ച് RTO ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ്. അപ്പോൾ ആ RTO ഓഫീസുകളിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാലതാമസം, നേരത്തെ ബഹുമാന്യമായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റം ഹാങ് ആവുന്ന പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ RTO ഓഫീസുകളുടെ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കൽ, അവിടുത്തെ ബാക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ഈ കാര്യത്തിൽ എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? മിനിസ്റ്റർ. സർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇന്ന് പല RTO ഓഫീസുകളിലും വീർപ്പ് മുട്ടുകയാണ്. അവിടെ ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് മലപ്പുറത്തൊക്കെ വളരെ പഴയ ഒരു കെട്ടിടത്തിലാണ് RTO ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വർഷത്തിനകത്ത് RTO ഓഫീസുകളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ ലെവൽ നെറ്റ്വർക്കുകളുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഈ ചലാനുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനുള്ള നടപടികൾ ഞാൻ അന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്.